ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയാണ്. എങ്ങനെ ഒഴിവാക്കാൻ? എന്തോ ഒരു സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് റമദാൻ 27-ാം രാവ് ഉമ്മ പറയാണ്, മോനെ നീ ഇന്ന് പള്ളിയിൽ പോണ്ടോ? ആ പോണം. ഈ മഴയും കാറ്റും കോളൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇടക്കിടക്ക് പോണ്ട്, എന്തോ എനിക്ക് ബേജാറ്, ഇവിടെ ആരുമില്ല, കഴിഞ്ഞ കൊല്ലൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ലല്ലോ, നീ ഇന്ന് തറാവിയും പിത്രൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കോ മോനെ, എനിക്കെന്തോ ഒരു പേടിയും. അവിടെ എന്താ മസാല? വീട്ടിൽ നിന്ന് നിസ്കരിക്കണം ഉമ്മക്ക് വേണ്ടിട്ട്. ഏതാ രാവ്? 27-ാം രാവ്. ഉമ്മ കഴിഞ്ഞിട്ടേ വേറെന്തെങ്കിലും ഉള്ളൂ ഈ ലോകത്ത്. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വിളിച്ച് ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മക്ക് വിഷമാവെന്ന് കണ്ടാൽ വേഗം കൈയളക്കുക, ഉമ്മക്ക് ഉത്തരം കൊടുക്കുക. നിസ്കാരത്തിൽ കൈയളക്കാനുള്ള മസാല പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആരാണ് ഉമ്മ? പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് പറയുന്നത്. ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കുക വേണ്ടത്. പ്രായമുള്ള ഉമ്മൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ ത്വരീക്കത്തൊന്നും തേടി പുറപ്പെടൊന്നും വേണ്ട, അവിടുന്ന് തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങളെ സ്വർഗത്തിന്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. മഹാൻ പറഞ്ഞു, എങ്ങനെ കാണാതിരിക്കുക, ഞാൻ ഇന്നലെ എന്റെ ഉമ്മാന്റെ കാല് കടച്ചിലെടുത്തിട്ട് തടവി കൊടുക്കുകയായിരുന്നു. പിന്നെ സ്വർഗം അല്ലാതെ വേറെന്താ അള്ളാഹ് തരാ?